തിരുവനന്തപുരം വർക്കല ചാവർകോട് തെരുവ് നായ്ക്കൾ കടിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തി. 20 ദിവസത്തോളം പഴക്കമുള്ള മൃതദേഹമാണ് കണ്ടെത്തിയത്. ചാവർകോട് ഗംഗാലയം സ്വദേശിയായ അജിത് ദേവദാസാണ് മരിച്ചത്. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. സലിം, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? പോലീസ് എന്താണ് പറയുന്നത്? വേണു, ഇന്നലെ രാത്രിയോടെയാണ് ഈ വർക്കല ചാവർകോടുള്ള ഒഴിഞ്ഞ പുരയിടത്തിൽ റബ്ബർ തോട്ടത്തിന് സമീപത്തെ പറങ്കിമാവൻ ചുവട്ടിൽ തെരുവ് നായ്ക്കൾ കടിച്ച നിലയിൽ ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടത്. ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാരാണ് തിരച്ചിൽ നടത്തി ഇവിടെ നിന്നും ഈ മൃതദേഹം കണ്ടെത്തിയത്. ആ സമയത്ത് തന്നെ അത് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ പഴകിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പരിശോധനയിലൂടെയാണ് അത് ചാവർകോട് ഗംഗാലയം സ്വദേശിയായ അജിത് ദേവദാസിന്റെ മൃതദേഹമാണ് എന്ന് പാരിപ്പള്ളി പോലീസ് സ്ഥിരീകരിച്ചത്. ഇയാൾക്ക് കുടുംബ പ്രശ്നങ്ങൾ ഉള്ളതായി നേരത്തെ തന്നെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. ഇയാൾ ഉപദ്രവിച്ചതായി കാണിച്ച് ഭാര്യ നേരത്തെ പാരിപ്പള്ളി പോലീസിൽ പരാതിയും നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹം പിന്നീട് മിസ്സിംഗ് ആവുകയും ഒക്കെ ചെയ്യുന്നത്. ജനുവരി 25-നായിരുന്നു ഭാര്യ ധന്യ പാരിപ്പള്ളി പോലീസിൽ ഇയാൾ ഉപദ്രവിച്ചു എന്ന് കാണിച്ച് പരാതി നൽകിയത്. ഭർത്താവ് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതായിരുന്നു പരാതി. സ്ഥിരമായി മദ്യപിക്കുകയും ഇവർ തമ്മിൽ വഴക്കുണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നാട്ടുകാരുൾപ്പെടെയുള്ളവർ പറയുന്നത്. 25-ാം തീയതി തന്നെ ഇവർ തമ്മിലുണ്ടായ തർക്കത്തിൽ വെട്ടുകത്തി കൊണ്ട് വെട്ടുകയും കൈക്ക് മുറിവേൽക്കുകയും ഈ ഭാര്യയ്ക്ക് ചെയ്തിരുന്നു. പിന്നീട് പാരിപ്പള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഇയാൾ ഒളിവിലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തുന്നത്. നേവി ഉദ്യോഗസ്ഥനായിരുന്ന അജിത് ദേവദാസ് റിട്ടയർമെന്റ് എടുത്ത ശേഷം ഗൾഫിൽ പോവുകയും തിരികെ നാട്ടിൽ ഏറെക്കാലമായി കഴിഞ്ഞു വരികയും ചെയ്യുകയായിരുന്നു. എന്തായാലും ഫോറൻസിക് സംഘം ഉൾപ്പെടെ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തിയിട്ടുണ്ട്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വേണം. ശരി, സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.